വെൽക്കം ടു ഡെയിലി 5 മിനിറ്റ്സ് ബ്രെത്ത്വെൽ ചലഞ്ച്. 90% ആളുകളും ശരിയായ രീതിയിലല്ല ശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഒരു ദിവസം 21,600 തവണ ഒരു മിനിറ്റിൽ 15 തവണ ശ്വസിക്കുന്നു. പക്ഷേ ഭൂരിഭാഗവും ശരിയായ രീതിയിലല്ല നമ്മൾ ശ്വസിക്കുന്നത്. അമേരിക്കൻ എഴുത്തുകാരനായ ജെയിംസ് നെസ്റ്റർ അദ്ദേഹത്തിന്റെ ബ്രീത്ത് ദ ന്യൂ സയൻസ് ഓഫ് ലോസ്റ്റ് ആർട്ട് എന്ന പുസ്തകത്തിൽ 90% ആളുകളും ശ്വസിക്കുന്നത് തെറ്റായ രീതിയിലാണെന്ന് വ്യക്തമാക്കുന്നു. ശരിയായ രീതിയിലുള്ള നോസ്ട്രൽ ബ്രീത്തിങ് ആരോഗ്യം മെച്ചപ്പെടുത്താനും സ്ട്രെസ് കുറയ്ക്കാനും ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നമുക്കിന്ന് ശരിയായ രീതിയിലുള്ള ശ്വസനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് നിങ്ങൾ ആദ്യം ഫ്രീ ആയിട്ട് ഇരിക്കുക. കസേരയിലാണെങ്കിൽ കസേരയിലിരിക്കാം, അല്ലെങ്കിൽ സുഖാസനത്തിലിരിക്കാം. ശരീരം റിലാക്സ് ആവണം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്ഷണൽ ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും സ്റ്റഡി ആയിട്ടിരിക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വലത് കൈ നമ്മുടെ വയറിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നമ്മുടെ വയറിനോട് എന്താ സംഭവിക്കുന്നത് നോക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് വികസിക്കുന്നു, ശ്വാസം വിടുമ്പോൾ വയറ് ചുരുങ്ങുന്നു. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ദീർഘശ്വാസം എടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഡീപ് ബ്രീത്ത്, സ്ലോലി ഡീപ് ബ്രീത്ത്. അതേപോലെ ബ്രീത്ത് ഔട്ട് സ്ലോലി കംപ്ലീറ്റ്ലി. ഓക്കെ, ഹോൾഡ് ദ ബ്രെത്ത്, ബ്രീത്ത് ഔട്ട് സ്ലോലി. കംപ്ലീറ്റ്ലി ബ്രീത്ത് ഔട്ട്. വയറ് മാക്സിമം ഉള്ളിലേക്ക് പോകട്ടെ. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ വെക്കുക. ചെസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ഡീപ് ബ്രീത്ത് ചെയ്യുന്നു. ഇപ്പം നമ്മൾ വയറിലല്ല ശ്രദ്ധിക്കുന്നത്, ചെസ്റ്റിൻ്റെ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, പുഞ്ചിരി ഉണ്ടാവണം. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പം എന്താ സംഭവിച്ചത് ഒന്നും കൂടി നോക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അതായത് ചെസ്റ്റ് പുറത്തേക്ക് വികസിക്കുന്നു, കുറച്ച് മുകളിലേക്ക് ഉയരുന്നു. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അകത്തേക്ക് പോകുന്നു, പതുക്കെ റിലാക്സ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇപ്പം ഒന്ന് ബ്രീത്ത് എടുത്തിട്ട് പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഓക്കെ, ചെയ്യാം. അപ്പം ചെസ്റ്റിൻ്റെ അവിടെ കൈവയ്ക്കുക. ബ്രീത്ത് ഇൻ, ഫീൽ ദ ബ്രെത്ത്, സ്ലോലി ബ്രീത്ത് ഔട്ട്. പുഞ്ചിരിയോടുകൂടി ബ്രീത്ത് ഔട്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലായി. ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക, ഷോൾഡറെല്ലാം റിലാക്സ് ചെയ്തിരിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി നോക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഈ ഭാഗം നമ്മുടെ കോളർ ബോണ്ട് ഭാഗം കുറച്ച് മുകളിലേക്ക് പൊങ്ങുന്നു, ബാക്കിലേക്ക് പോകുന്നു. ശ്വാസം വിടുമ്പോൾ താഴുന്നു, നമ്മൾ റിലാക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഒന്നുകൂടി ചെയ്യാം. ബ്രീത്ത് ഇൻ,
സ്ലോലി ബ്രീത്ത് ഔട്ട്. ഫീൽ ചെയ്യുക. ഇതാണ് 3 സെഷനായിട്ടാണ് ബ്രീത്തിങ്. അപ്പം നോക്കുക, ഒന്ന് നമ്മുടെ വയറിൻ്റെ അവിടെ, ചെസ്റ്റിൻ്റെ അവിടെ, നമ്മുടെ കോളറിൻ്റെ ഭാഗത്ത്. അപ്പം ഇനി നമുക്ക് 3 കൂടി ഒരുമിച്ച് ചെയ്യണം. അപ്പം ഇതിന് ചെയ്യേണ്ടത് ശരീരം റിലാക്സ് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ കൈ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ. വയറ് വികസിക്കട്ടെ, ചെസ്റ്റിൻ്റെ അവിടെ വികസിക്കട്ടെ, കോളർ ഭാഗം മുകളിലേക്ക് പോട്ടെ. സ്ലോലി ബ്രീത്ത് ഔട്ട്. ആദ്യം വയറിൻ്റെ അവിടെ ഉള്ളിലേക്ക് പോട്ടെ, ചുരുങ്ങട്ടെ. ചെസ്റ്റിൻ്റെ ഭാഗം പതുക്കെ ഉള്ളിലേക്ക് പോയിട്ട് റിലാക്സ് ചെയ്യട്ടെ. കോളർ ബോൺ താഴത്തേക്ക് വന്ന് റിലാക്സ് ചെയ്യട്ടെ. ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോട്ടെ. ഇനി സ്ലോലി ആൻഡ് ഡീപ്പ് ബ്രീത്ത് ഇൻ. ഒരു പ്രാവശ്യം ചെയ്യാം. ബ്രീത്ത് ഇൻ. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. സ്ലോലി ബ്രീത്ത് ഔട്ട്. കംപ്ലീറ്റ്ലി ബ്രീത്ത് ഔട്ട്. റിലാക്സ്, റിലാക്സ്. ശരീരം പൂർണ്ണമായിട്ടും റിലാക്സ് ആവട്ടെ. പതുക്കെ കണ്ണുകൾ തുറക്കാം. ഇതാണ് ശരിക്കുള്ള ബ്രീത്തിങ്. നിങ്ങൾക്ക് സ്ട്രെസ് വരുമ്പോഴോ ക്ഷീണം തോന്നുമ്പോഴോ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഓർത്ത് കംപ്ലീറ്റ് ബ്രീത്ത് ഇൻ ചെയ്യുക. ഡീപ്പ്, സ്ലോലി. ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. റിലാക്സ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരു 5 ടൈംസ് വെച്ച് ചെയ്യുക എല്ലാ ദിവസവും. ഡെയിലി 5 മിനിറ്റ്സ് ബ്രെത്ത്വെൽ ചലഞ്ചിൻ്റെ ഭാഗമാവുക. ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. നാളെ നമുക്ക് സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ബ്രീത്തിങ് പ്രാക്ടീസുമായിട്ട് കാണാം. താങ്ക് യു. ബ്രീത്ത് വെൽ, ലിവ് വെൽ.